സിറിയയിലെ ഗവർണറായി ഉമർ നിയമിച്ചിരുന്നത് അബൂ സുഫിയാന്റെ മകനായ യസീദിനെയായിരുന്നു. യസീദ് സിറിയയിൽ ഗവർണറായിരിക്കെ സിറിയയിൽ ഒരു സംഘം ആളുകൾ മദ്യപിച്ചു. വിവരമറിഞ്ഞ ഗവർണർ യസീദ് ഈ മദ്യപാനികളായ ആളുകളെ വിളിച്ചു വരുത്തി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മദ്യപിച്ചത്? മദ്യപിക്കരുതെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് മദ്യപിച്ചു എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ലൈസ അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ജുനാഹും ഫീമാ തഅലമു. ഈമാനും അമലു സ്വാലിഹാത്തുമുള്ള ആളുകൾ മദ്യപിച്ചാൽ കുഴപ്പമില്ല എന്ന ഖുർആനിൽ ഉണ്ടല്ലോ. സൂറത്തുൽ മാഇദയിലെ 91-ാമത്തെ ആയത്തിലാണ് ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്താൻ. മദ്യം, ലോട്ടറി ഇതൊക്കെ പൈശാചികമാണ്, ഒഴിവാക്കണമെന്നുള്ള ആയത്ത് സൂറത്തുൽ മാഇദയിലെ 91-ാമത്തെ ആയത്താണ്. മദ്യപിക്കരുതെന്നുള്ളതിനർത്ഥം. 93-ാമത്തെ ആയത്തിൽ പറയുന്നത് ലൈസ അലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ജുനാഹും ഫീമാ തഅലമു. ഈമാനും അമലു സ്വാലിഹാത്തുമുള്ള ആളുകൾ മദ്യപിച്ചതിൽ കുഴപ്പമില്ല എന്നാണ് 93-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. ഒരു ഗവർണറുടെ മുന്നിൽ ഈ ആയത്തോതാണ് മദ്യപിച്ച് ഈമാനും അമലു സ്വാലിഹാത്തുണ്ടെങ്കിൽ മദ്യപിച്ചാൽ കുഴപ്പമില്ല എന്നാണല്ലോ ഖുർആൻ പറയണത്. അതുകൊണ്ടാണ് ഞങ്ങൾ മദ്യപിച്ചതെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഈമാനുണ്ട്, അമലു സ്വാലിഹാത്തുണ്ട്, നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ മദ്യപിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ ഗവർണർക്ക് മനസ്സിലായി ഇവര് സാധാരണക്കാരല്ല, ഇവരെ ഞാൻ കൈകാര്യം ചെയ്താൽ ശരിയാവില്ല, ഉമറിന്റെ അടുക്കിലേക്ക് വിടേണ്ടവരാണ് എന്ന് മനസ്സിലായി. അങ്ങനെ ഗവർണർ ഉമർ റളിയല്ലാഹുവിന് കത്തെഴുതി, എൻ്റെ നാട്ടിൽ കുറച്ച് ആൾക്കാർ മദ്യപിച്ചിട്ടുണ്ട്, അവരെ ചോദ്യം ചെയ്തപ്പോൾ അവർ ഖുർആൻ ഓതി ന്യായീകരിക്കുകയാണ്, ഖുർആനിൽ മദ്യപിക്കാമെന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു കത്തിന് ഗവർണർക്ക് മറുപടി എഴുതി ഇങ്ങനെയാണ്, ഇന്നത്താക കിതാബി ഹാദാ നഹാറൻ ഫലാ തന്തദിറുഹു ഇലല്ലൈൽ. എൻ്റെ എഴുത്ത് നിന്റെ അടുക്കൽ വരുന്നത് പകലാണെങ്കിൽ രാത്രി വരെ നീ അവരെ വച്ച് താമസിപ്പിക്കരുത്, പകല് തന്നെ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. ഇനി എൻ്റെ എഴുത്ത് നിന്റെ അടുക്കൽ എത്തുന്നത് രാത്രിയാണെങ്കിൽ ആ രാത്രി തന്നെ അവർ എൻ്റെ അടുക്കലേക്ക് വരണം, പകല് വരെ അവർ വച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ മദ്യപാനികളെ എൻ്റെ അടുക്കലേക്ക് നേർക്ക് നേരെ പറഞ്ഞു വിടാൻ വേണ്ടി ഉമർ ഗവർണർക്ക് തിരിച്ച് കത്തെഴുതി. കത്ത് വന്നപ്പോൾ ഗവർണർ യസീദ് ഈ മദ്യപാനികളെ വിളിച്ചു കൂട്ടി ഉമറിന്റെ അടുക്കലേക്ക് വിട്ടു, മദീനയിലേക്ക് പറഞ്ഞയച്ചു. മദീനയിലെത്തി ഉമർ റളിയല്ലാഹു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ മദ്യപിച്ചത്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? സൂറത്തുൽ മാഇദയിലെ 91-ാമത്തെ ആയത്ത് ഉമർ റളിയല്ലാഹു ഓതി കേൾപ്പിച്ചു. അപ്പൊ അവർ ഉമറിനോട് പറഞ്ഞു, ഉമറെ അടുത്ത ആയത്തോത് അവിടെ നിർത്തല്ല, അതിന് ശേഷമുള്ള ആയത്തോതെന്ന് പറഞ്ഞു. അപ്പൊ ഉമർ ഈ ആയത്ത് ഓതി, ലൈസ അലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ജുനാഹും ഫീമാ തഅലമു. ഈമാനും അമലു സ്വാലിഹാത്തുമുള്ള ആളുകൾ കുടിച്ചു പോയതിൽ കുഴപ്പമില്ല, മദ്യപിച്ചതിൽ കുഴപ്പമില്ല എന്നുള്ള ആയത്ത്. അപ്പൊ അവർ പറഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ മദ്യപിച്ചത്, ഞങ്ങൾക്ക് ഈമാനുണ്ട്, അമലു സ്വാലിഹാത്തുണ്ട്, നിസ്കാരം നോമ്പുള്ള ആൾക്കാരാണ്, ഇപ്പൊ ഖുർആനിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ കുടിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു മനസ്സിലായി ഇവരുടെ കാര്യത്തിൽ ഒരു കൂടിയാലോചന ആവശ്യമുണ്ട്. പ്രമുഖരായ സഹാബാക്കളെ വിളിച്ചു കൂടിയാലോചിച്ചു എന്താ ചെയ്യേണ്ടത് വരും. ഖുർആൻ ഓതിയിട്ടാണ് മദ്യപിക്കാന്ന് പറയുന്നത്, സാധാരണക്കാരല്ല. പല സഹാബാക്കളും പല അഭിപ്രായങ്ങളും പറഞ്ഞു. അലി റളിയല്ലാഹുവിനോട് ചോദിച്ചു, അലി റളിയല്ലാഹു പറഞ്ഞു, മദ്യപാനം ഹലാലാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇവരിത് പറയുന്നതെങ്കിൽ ഇവരെ കൊല്ലണം. കാരണം അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാണെന്ന് പറയാണ്, അവരെ കൊല്ലേണ്ടതാണ്. ഇനി അല്ല, മദ്യപിക്കല് ഹറാമ് തന്നെയാണ്, പക്ഷെ ഇവര് ഈ ആയത്തിനെ മനസ്സിലാക്കിയതുള്ളവരെ തെറ്റാണെങ്കിൽ, അതായത് ഈമാനും അമലു സ്വാലിഹാത്തുണ്ടെങ്കിൽ മദ്യപിക്കാമെന്ന് ഇവർ ആയത്തിനെ തെറ്റായി മനസ്സിലാക്കിയതാണെങ്കിൽ ഇവർക്ക് ഒരു 80 അടി കൊടുത്താൽ മതി. കാരണം ഒരു മനുഷ്യനെ കുറിച്ച് അപവാദം പറഞ്ഞാൽ 80 അടി കൊടുക്കേണ്ടത്. ഇവര് അള്ളാഹിനെ കുറിച്ച് അപവാദം പറയണം, അല്ല പറയാത്തത് പറഞ്ഞു എന്ന് പറയണം, അതുകൊണ്ട് 80 അടി കൊടുക്കാൻ വേണ്ടി കഴിയും. അതനുസരിച്ച് ഓരോ മദ്യപാനിയും 80 അടി വീതം കൊടുക്കപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ മദ്യപിച്ചതെന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ട്, ഈമാനും അമലു സ്വാലിഹാത്തുമുള്ള ആളുകൾ കുടിച്ചു പോയതിൽ മദ്യപിച്ചു പോയതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ, മദ്യം ഹറാമാക്കുന്ന സമയത്ത് സഹാബാക്കൾ ധാരാളം മദ്യ കച്ചവടക്കാരുണ്ടായിരുന്നു, മദ്യം കുടിക്കുന്നവരുണ്ടായിരുന്നു, പലരുടെയും വയറ്റിൽ മദ്യം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞ സൂറത്തുൽ മാഇദയിലെ 93-ാമത്തെ ആയത്തിൽ, ഇതേവരെ കുടിച്ചു പോയത് കുറ്റമില്ല,
ഇനി അങ്ങോട്ട് ചെയ്യരുത്. കാരണം ഇപ്പോഴാണല്ലോ അത് നിഷിദ്ധമാക്കി ഹറാമാക്കി അള്ളാഹു പ്രഖ്യാപിക്കുന്നത്. അതാണ് ആയത്തിന്റെ ഉദ്ദേശം. വന്ന ആളുകൾ അവരതിനെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈമാനുണ്ട്, അമൽ സ്വാലിഹാത്തുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മദ്യപിക്കുകയാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ തയ്യാറായത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നുണ്ട്, യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ഖുർആൻ കൊണ്ട് ധാരാളം ആളുകൾ സന്മാർഗത്തിലേക്ക് വരികയും ചെയ്യും, ഈ ഖുർആൻ കൊണ്ട് തന്നെ ധാരാളം ആളുകൾ വഴിതെറ്റി പോവുകയും ചെയ്യും. ഖുർആൻ ഓതിയിട്ടാണ് ഇവർ മദ്യപിക്കുക എന്ന് പറയുന്നത്, മദ്യം ഹറാമാക്കി ഖുർആൻ ഓതിയിട്ട്. എന്താണ് കാരണം? ഖുർആൻ പഠിക്കുന്ന ആളുകൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ ഖുർആനിൽ ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം, ഒരു ഉസ്താദിൽ നിന്ന് പഠിക്കണം. നേർക്ക് നേരെ നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ സംഭവിക്കുന്ന അബദ്ധങ്ങളിൽ ഒരു അബദ്ധമാണ്. ഒന്ന്, ഒരു ഗുരു ഉണ്ടാക്കണം, ഒരു ഉസ്താദ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ പ്രാമാണികമായ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കണം, ഖുർആന്റെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് പഠിക്കണം. നമ്മൾ നേർക്ക് നേരെ ഖുർആനെ വ്യാഖ്യാനിക്കാനും പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അബദ്ധമാണ്. ഇത് തന്നെയാണ് ചേകനൂർ മൗലവിക്കും പറ്റിയത്. നിസ്കാരം മൂന്നാണെന്ന് പറയാൻ കാരണം ഗുരുമുഖത്തൊന്നും അല്ലാതെ സ്വയമായി ഖുർആൻ വ്യാഖ്യാനിച്ചതുകൊണ്ടാണ്. അല്ലാഹു തആല നല്ല രീതിയിൽ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.